ഹലോ, ഞാൻ ഇന്നൊരു അടിപൊളി സ്ഥലത്താണുള്ളത് കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള ആനത്താവളത്തിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഈവനിങ് കുട്ടികളായിട്ട് വന്നിരിക്കാൻ ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. ഞാനങ്ങനെ ആദ്യമായിട്ട് കുട്ടികളായിട്ട് വന്നേക്കാണ്. നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ആന തന്നെയാണ് നമ്മളെ വരവേൽപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബേഡ്സിന് വെച്ചേക്കും, ലവ് ബേഡ്സാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് അടിപൊളി. ഒരുപാട് വെറൈറ്റി രീതിയിലാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അവിടെ മരങ്ങൾ കൊണ്ടുള്ള നല്ല നല്ല ഭംഗിയിലുള്ള പാർക്കിംഗ് സെറ്റാണ്. നമ്മൾ ആകർഷിക്കുന്ന രീതിയിലുള്ള പാർക്കിംഗ് സ്ഥലങ്ങളാണ് ഇവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കുറേ ആകർഷിക്കുന്ന രീതിയിലുള്ള കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. ഇതുണ്ട് മാനിൻ്റെ. ഇനി നമ്മളൊരു വലിയൊരു പ്രതിമ കാണിക്കുക, അരയന്നത്തിൻ്റെയാണ്. പക്ഷെ നമ്മൾ ഈ അരയാനമാണെന്ന് വിചാരിക്കും, പക്ഷെ അതിനകത്തൊരു കിണറാണ് കേട്ടോ. അതവർ ഗ്രില്ല് ചെയ്തിട്ടേക്കാണ്. അത് നല്ലൊരു ഭംഗിയാണ്, കണ്ട അരയന്നം പോലെ തോന്നും, പക്ഷെ അതൊരു കിണറാണ്. അതിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ കണ്ടേ നമ്മൾ അടിപൊളിയാണ് ഇരിക്കുന്ന രീതിയിലുള്ള നല്ല ആപ്പിളിൻ്റെ രീതിയിലൊക്കെ ഉള്ള നല്ല ഇരിപ്പിടങ്ങളാണുള്ളത്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് നേരമൊക്കെ ഇരിക്കാം. ഈവനിങ്ങിൽ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഇനി ഉള്ളത് നമ്മുടെ മെയിൻ പാർക്ക് ഏരിയയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ മുന്നോട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഇലച്ചെടികളുണ്ടുള്ള കുറേ നല്ല നല്ല ഭംഗിയിൽ ഫോട്ടോസ് എടുക്കുന്ന രീതിയിലൊക്കെയാണ് ഇവർ അലങ്കരിച്ച് ഒരുപാട് രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. നമ്മൾ ആ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പിള്ളേരെ നമുക്ക് അങ്ങ് വിടാം. അവർ ഒരു സേഫായിട്ടുള്ള രീതിയിലുള്ള കുറേ ഇതാണ് കുട്ടികൾക്കായിട്ട് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് പോലുമില്ല. അവർക്ക് ഇഷ്ടം പോലെ നേരം അവിടെ നിന്ന് കളിക്കുകയും ചെയ്യാം. നമുക്ക് അവിടെ മാറിയിരുന്ന് നോക്കിയിരിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് നേരം നമ്മൾ ഈവനിങ്ങിൽ എവിടെയെങ്കിലും പോകണമെന്ന് നമ്മൾ ആലോചിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ഈ ആനത്താവളത്തിൽ തന്നെ വരണമെന്നേ ഞാൻ പറയുള്ളൂ. നല്ലൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് ഒരുപാട് നേരം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ച് പേരെ കാണുന്നില്ല. അപ്പോൾ എങ്ങോട്ട് പോയെന്നറിയാൻ നോക്കായപ്പോൾ അവരിതോട് പോയി ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ആനയുടെ ഫ്ലെക്സ് വെച്ചിട്ട് അതിൻ്റെ തലയുടെ ഭാഗത്ത് നമ്മുടെ തല വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കുറച്ച് നല്ല അപൂർവം കാഴ്ചയാണ്. നല്ല ഭംഗിയായിരുന്നു. കുട്ടികൾക്ക് എൻജോയ് ചെയ്ത് ഫോട്ടോ എടുക്കാനും നമ്മൾ അവരെ നിർബന്ധം ചെയ്യേണ്ട കാര്യമില്ല. അത് കാണുമ്പോൾ തന്നെ കുട്ടികൾ അതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നീട് നമ്മൾ രണ്ടാമത് പോകണം ബേഡ്സിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ബേഡ്സിൻ്റെ കുറേ വിശേഷങ്ങൾ നമുക്കിനി പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ അതിൻ്റെ ബഹളങ്ങൾ നമുക്ക് കേൾക്കാം, കിളികളുടെ ബഹളം കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിലായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണണേ.